ഇപ്പൊ കണ്ടവരെല്ലാം ഒരു ക്ലാസ്സിലാ. ലക്ഷ്മിക്കുട്ടി, നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. മോൾക്കിനി ഫ്രണ്ട്സിനെയൊക്കെ കാണണ്ടേ? ദേ അച്ഛനമ്മയും മോളെ കുറച്ചു കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാം കേട്ടോ. അതുവരെ മോള് കൂട്ടുകാരോടൊപ്പം കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. ദേ എന്തേലും ആവശ്യമുണ്ടെങ്കിലേ ഈ മിസ്സിന്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ ടെൻഷൻ ആവണ്ട. ലച്ചുമോള് കൂട്ടുകാരായിട്ട് പെട്ടെന്ന് അടുത്തോളൂ. അങ്ങനെയല്ലേ ലച്ചുമോളെ? കളിക്കാൻ ഇവിടെ ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെ മോളെ കുറച്ച് ദിവസം ഞങ്ങൾ ആരെങ്കിലും വന്ന് കൊണ്ടുപോയിക്കോളാം. ഒന്ന് പരിചയ ശേഷം വണ്ടി ഏതെങ്കിലും ഏർപ്പാട് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല സർ, അതൊക്കെ സൗകര്യം പോലെ ചെയ്താ മതി. രണ്ടുപേരുടെ ഫോൺ നമ്പർ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ കുഞ്ഞുങ്ങൾ എപ്പോഴും സുരക്ഷിതരായിരിക്കും. അത് മതി. ലച്ചു എന്നാ അച്ഛനമ്മയും പോട്ടെ. ഫ്രണ്ട്സ് ആയിട്ട് വഴക്കൊന്നും ഉണ്ടാക്കരുതേ. നല്ല കുട്ടിയായിട്ട് മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ലച്ചുകുട്ടി, നമുക്ക് അച്ഛനും അമ്മയെ യാത്ര അയക്കാം. ടീച്ചർ, ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. ശരി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ടീച്ചർ. ശരി, ആയിക്കോട്ടെ. എടി നന്നായിട്ട് പഠിച്ചോളേ. വേഗം ഭാവിച്ചു. അമ്പിളി ഇതാരാ നോക്കി. വിച്ചുമോനാണല്ലോ. ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല. ദേ നോക്കി, ആരാ നോക്കി? ലച്ചു. ആരാ നോക്കി? നീ പഠിക്കാൻ വന്നതാണോ? ഞാനും ഇവിടെയാ. വാ. ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ. രഘുവേട്ടൻ അമ്പിളി ചേച്ചിയും ഓളെ ഇവിടെ കൊണ്ട് ചേർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. വിച്ചുമോൻ ഇവിടെ പഠിക്കുമെന്ന് ഞങ്ങളും വിചാരിച്ചില്ല. ടീച്ചറെ, ഇതെന്റെ സ്വന്തം അനിയത്തിയാ അനുപമ. ആണോ? സന്തോഷം. വിച്ചുമോനും ലച്ചൂട്ടി നേരത്തെ തന്നെ കൂട്ടാണല്ലേ? അതെ ടീച്ചറെ, ജനിച്ചപ്പോ തൊട്ടുള്ള കൂട്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സംഭവിച്ചല്ലോ. എന്നാ ഞാൻ കുട്ടികളെയും കൂട്ടി ക്ലാസ്സിലോട്ട് പോയിക്കോട്ടെ. ശരി മക്കളെ. വാ മക്കളെ, ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ്സിൽ നിറച്ച് കുട്ടികളുണ്ട്, നമുക്ക് കളിക്കണ്ടേ? വാ. ഇത് കണ്ടില്ലേ? ദേ കുട്ടികൾ കളിക്കുന്ന കണ്ടില്ലേ? നിങ്ങൾക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കണ്ടേ? ഹായ് പറഞ്ഞ്. വാ. ദേ ഇവിടെയുണ്ട് കൂട്ടുകാര്, നോക്കിക്ക്. അവരുടെ കൂടെ കളിക്കാട്ടോ. ഇറങ്ങിയാലോ? രഘുവേട്ടാ, കാറ് തിരിച്ചു വാങ്ങിയോ അതോ വേറെ വണ്ടി വാങ്ങിയോ? അല്ല, ഇത് ദാസങ്ങളുടെ വണ്ടിയാ. ലച്ചുമോളെ ആദ്യമായിട്ട് നഴ്സറി ചേർക്കാൻ പോകുമ്പോ വണ്ടി എടുത്തോണ്ട് പൊക്കോളാം ദാസങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഇന്ന് തിരിച്ചെത്തും. പിന്നെ ചീരി ഒന്ന് പുലർച്ചെ സിംഗപ്പൂരിലേക്ക് പോയി കാണും അല്ലേ? അതെ, എയർപോർട്ടിലെത്തിയെന്നും പറഞ്ഞ് അവളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. എത്ര പെട്ടെന്നാ ചിലരുടെ ജീവിതം മാറി മറയുന്നേ. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ ചീരി ഇങ്ങനൊരു യാത്ര പോകുന്ന? ഒരു കണക്കിന് നന്നായാനു. ചീരു മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചില്ലെങ്കിൽ അവരുടെ ഭാവി അവതാളത്തിലാവും. ഇനിയിപ്പോ വിനയം രക്ഷപ്പെട്ടാൽ തന്നെ 3 മക്കളെ വളർത്തണ്ടേ? അതിന് 2 ആളും ജോലി ചെയ്താലേ പറ്റൂ. എന്നാലും പറക്കുപറ്റാത്ത 3 മക്കളെ ഇട്ടെറിഞ്ഞു പോകാൻ കാണിച്ച ചിരന്റെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. എനിക്കാണെങ്കിൽ പറ്റില്ല. നമ്മൾ അനുഭവിച്ചതിനേക്കാളൊക്കെ ഇരട്ടി അനുഭവിച്ചോളാ ചേച്ചി ചീരു. എന്നിട്ടും അവള് വിനയന്റെ അടുത്തേക്ക് തിരിച്ചു പോയില്ലേ? ഇനി രക്ഷയില്ലെന്ന് തോന്നിയിട്ട് തന്നെയാവും അവൾ ഇങ്ങനൊരു ഉറച്ച തീരുമാനത്തിലെത്തിയത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു. വലിയൊരു സർക്കസ് തന്നെ കഴിഞ്ഞു വന്നിരിക്കുകയാണല്ലേ രണ്ടുപേരും. എന്തായാലും അത് മറ്റൊരു കൈവിട്ട കളിയായിപ്പോയി. അത് അനു പറ്റിപ്പോയി. ഇത് അവസാനത്തതാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ വണ്ടി കയറ്, ബാക്കി വഴിയെ പറയാം. വാ.
അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും സത്യ? അമ്മ ഈ ചെയ്തത് കടുത്ത വിശ്വാസവഞ്ചനയാ, ഒരു മോഷണമാ. അതെ, ആ മനുഷ്യൻ വന്നവരുടെ മുൻപില് സത്യം തുറന്നു പറയാതിരുന്നതുകൊണ്ട് തൽക്കാലം എല്ലാവരും മാനം കടാതെ രക്ഷപ്പെട്ടു. അദ്ദേഹം അമ്മയ്ക്കെതിരെ ഒന്നും പറയാത്തത് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. അമ്മയുടെ കയ്യിൽ പൈസ വന്ന വഴി ഇപ്പൊ ക്ലിയർ ആയില്ല ഇന്ദ്രേട്ടന്. ലോട്ടറിയിൽ നിന്നും കിട്ടിയ 50,000 നിങ്ങൾക്ക് തിരിച്ചു തന്നു. ബാക്കി കാശിന് സോനയുടെ കുഞ്ഞിനൊരു മാലയും വാങ്ങിച്ചു കൊടുത്തു അല്ലേ? അതെ, ചെക്ക് മാറാത്തത് കൊണ്ട് അമ്മ 50,000 ആർക്കാ കൊടുക്കാനുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിലും വലിയ അപകടം എല്ലാം അറിഞ്ഞുകൊണ്ട് സോന അതിന്റെ പങ്ക് പറ്റിയതാ. അമ്മയുടെ തെറ്റിന് അവളും കൂട്ടു നിന്നു എന്നല്ലേ അതിനർത്ഥം? അതെ, അവളുടെ മാറ്റം എന്തുകൊണ്ടും അപകടം തന്നെയാട്ടാ. അത് ചോദിക്കാൻ ചെന്ന ശ്യാമിനോട് അവൾ ഉടക്കി. നമ്മുടെ അമ്മ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തില്ലേ? ഇനി മേലെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് ഞാൻ അറിഞ്ഞാ ഇതുപോലെ ആയിരിക്കത്തില്ല കാര്യങ്ങൾ. ശമണ്ണൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂന്ന്? നിന്റെ മുഖം അടിച്ചാൻ പറ്റും. നീ എന്റെ മുമ്പിൽ വെച്ച് എന്റെ മോളുടെ നേരെ കയ്യോങ്ങുന്നോ? ഇറങ്ങി പോടാ ഇവിടുന്ന്. സത്യ, നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? നിനക്ക് അവരെ തടയാമായിരുന്നല്ലോ. ഞാൻ ആ സമയത്ത് മുറ്റത്ത് നിൽക്കുമായിരുന്നു. സോനയെ താക്കീത് ചെയ്യാൻ പോയ ശ്യാമിനെതിരെ അമ്മ പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏട്ടാ, ശ്യാമു വലിയ വിഷമത്തോടെയാ പറഞ്ഞത്. അവൻ ഇനി വീട്ടിലേക്ക് തിരിച്ചു വരും തോന്നുന്നില്ല. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാതെ അവൻ എങ്ങോട്ട് പോവാനാ? എടാ, ശ്യാമിന് പോകാനൊരിടം വേണ്ടേ? ഏട്ടാ, എന്ന് വെച്ച് അമ്മായിയമ്മ പരസ്യമായിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ അഭിമാനമുള്ളൊരു ചെറുപ്പക്കാരൻ പിന്നെ ആ വീട്ടിലേക്ക് കയറുവേട്ടാ. നമ്മളാണെങ്കിൽ കയറോ? ഇല്ല.